എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറിനെ കുറിച്ചാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 5000 വാട്ട്സിന്റെ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറിന്റെ ക്യാബിൻ വാൾ മൗണ്ടിങ് ആണ്. അതുമല്ല, അതൊരു ചെറിയ ക്യാബിനാണ്. അപ്പോൾ അത് ഒരു തിങ്ങിക്കൂടിയിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ടും അത് കണക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിനാലും ആണ് നമ്മൾ ആ ക്യാബിനറ്റ് ഒഴിവാക്കിയിട്ട് സാധാരണ ഇൻവെർട്ടർ വെക്കുന്ന 2 kVയുടെ ക്യാബിനറ്റിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഈ ഒരു ക്യാബിനറ്റ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന പുതിയൊരു മോഡൽ ക്യാബിനറ്റ് കൂടിയാണ്. അപ്പോൾ ഇതിൽ കാണുവാനായിട്ട് കുറച്ച് ഭംഗിയുമുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ക്യാബിനാണ്. ഇതിന് യാതൊരുവിധ പേരോ സ്റ്റിക്കറോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ബ്ലാങ്ക് ആയിട്ട് വരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. അപ്പോൾ ഈ ക്യാബിനറ്റിൽ നമുക്ക് സ്റ്റിക്കർ അടിച്ചിട്ട് നമ്മളുടെ പേരുകൾ കൊടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള ക്യാബിനറ്റ് ആണ്. 1 kVയും ഉണ്ട്, 2 kVയും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ വലിപ്പം കൂടിയ ക്യാബിനറ്റ് ആണ്. അപ്പോൾ എന്നാലേ നമ്മളുടെ ഈ സാധനങ്ങളെല്ലാം ഇതിൽ റിലാക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയത് 5000 വാട്ട്സിൻ്റെയും 7500 വാട്ട്സിൻ്റെയും അതേപോലെ 10000 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പരിചയപ്പെടുത്തിയത് ഈ 5000 വാട്ട്സിൻ്റെയാണ്. ഈ 5000 വാട്ട്സിൻ്റെ ഇൻവെർട്ടറിൽ നിങ്ങൾക്ക് 2000 വാട്ട്സ് മുതൽ ഇതിലോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2000 വാട്ട്സ് മുതൽ കൊടുക്കണമെങ്കിൽ അതിനൊരു വശമുണ്ട്. അതായത് അത് എത്ര വാട്ട്സ് ആണോ ആ വാട്ട്സിനനുസരിച്ച് നമ്മൾ പാനലുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ പാനലുകൾ സെലക്ട് ചെയ്യുന്നത് ഇതിനൊരു വർക്കിംഗ് വോൾട്ടേജ് ഉണ്ട്. 400 വോൾട്ടാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ച് നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ട് ഇപ്പോൾ 2-3 മാസങ്ങളായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് 8 പാനലുകൾ സീരീസ് ആയി ബന്ധിപ്പിച്ചാൽ അപ്രോക്സിമേറ്റ് നമുക്കൊരു 400 വോൾട്ട് കിട്ടും. ആ 400 വോൾട്ട് ഉണ്ടെങ്കിൽ ഇത് സുഗമമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാവുന്നത് 335 വാട്ടിന്റെ പാനൽ മുതൽ ഇത് കൊടുക്കാം. 335 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 445 ആണ്. പിന്നെ 545, അത് കഴിഞ്ഞാൽ 575. ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. കുറച്ച് നാളായിട്ട് വന്നു തുടങ്ങിയ ഒരു പാനലാണ് 650 വാട്ട്. അത് ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. വാങ്ങിച്ചവരാരും പറഞ്ഞിട്ടില്ല. ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ പരമാവധി മാക്സിമം പാനലുകൾ വെക്കുക. കാരണം നമ്മൾ ഈ ഒരു യൂണിറ്റ് വെക്കുമ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റണം. ഡേ ടൈമിൽ ഫുള്ള് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റണം. ഇനി ഇപ്പോൾ അത്ര ആവശ്യമില്ലെങ്കിൽ അതിനനുസരിച്ച് പാനലിൻ്റെ വാട്ട്സ് കുറക്കാം. വാട്ട്സ് കുറയുമ്പോൾ അതിൻ്റെ സൈസും കുറയും, വിലയും കുറയും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനറ്റിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ്. ഇതിന്റെ അരിയൊക്കെ ഇങ്ങനെ കെർവ്ഡ് ആണ്. ഇതിന് നോർമലി വരുന്ന ക്യാബിനറ്റ് ഭയങ്കര ഷാർപ്പായിട്ടുള്ള എൽ ബെൻഡ് പോലെയുള്ളതാണ്. ഇത് കെർവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പാനൽ നല്ല ഭംഗിയുള്ളതും കെർവായിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മുൻവശം ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വശം ഇതാണ്. ഫ്രണ്ട് വശത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സാധാരണ നമ്മളുടെ നിലവിലുള്ള ഇൻവെർട്ടറിനും ഈ ഒരു ക്യാബിനറ്റ് നല്ല സുഖമായിരിക്കും, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള സെറ്റിങ്സുകളെല്ലാം ഇതിൽ ചെയ്യാം. പിന്നെ മെഡിയുടെ ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്കതിൽ ഇവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള 4 ലൈൻ LCD ഇതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അതിനുള്ള പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡയറക്റ്റ് സോളാർ സിസ്റ്റം 2 ലൈൻ LCD ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ആ 2 ലൈൻ LCD ആയാലും 4 ലൈൻ LCD ആയാലും നമുക്ക് ഇതിൽ വെക്കാമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ മെഡിയുടെ ആണെങ്കിൽ 4 ലൈൻ LCD ഇതിൽ കൊടുക്കാം. അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് ഇതിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വരുന്നതിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. ഈ LCD ഡിസ്പ്ലേ 2 ലൈനാണ് വരുന്നത്. ആ 2 ലൈൻ ഫിക്സഡ് ആയിട്ട് വരുന്നതാണ്. അതിൽ VMPP ആയിരിക്കുള്ളൂ കാണുന്നത്. അതേപോലെ അതിലൊരു ഗ്രാഫ് ഉണ്ടാവും. സോളാറിന്റെ ഇൻപുട്ട് കൊടുത്തതിന്റെ ഗ്രാഫ് ആയിരിക്കും ആ കാണുന്നത്. അപ്പൊ നമുക്ക് ആ ഡിസ്പ്ലേ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഒരു ഡിസ്പ്ലേ ചേഞ്ച് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് VMPP VOC എന്നാണ്. നമ്മൾ ഈ പുഷ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ VMPP മാറി VOC വരും. അപ്പോൾ VOCയിൽ നമുക്ക് ആംബിയർ കാണാം, അതേപോലെ ഹെർട്സ് കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഡിസ്പ്ലേ കൊണ്ടുള്ള ഗുണം. പിന്നെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത് താഴത്ത് നമ്മുടെ ഈ ഇൻവെർട്ടറിന് ആവശ്യമായിട്ട് തരത്തിലുള്ള 3 ഹോളുകൾ ഇവിടെയുണ്ട്. ഈ 3 ഹോളുകൾ നമുക്ക് 3 LED ഇൻഡിക്കേറ്ററുകൾ വെക്കാനാണ്. ഒരെണ്ണം സോളാർ ഇന്നാണ്, ഒരെണ്ണം ഗ്രിഡ് ഇന്ന്, ഒരെണ്ണം ഔട്ട്പുട്ട്. നമുക്ക് ഇവിടെ സോളാർ നിർബന്ധമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ വേണം, അതേപോലെ ഔട്ട്പുട്ടിനും വേണം. ഗ്രിഡ് നിങ്ങൾ കൊടുക്കണില്ലെങ്കിൽ ഗ്രിഡിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്രിഡിന് പകരം ഇവിടെ ബാറ്ററിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ മതി. നമ്മൾ ആ ലെറ്റർ ഒന്ന് മാറ്റേണ്ടിയിരിക്കും. പിന്നെ നമ്മളിവിടെ ഇതിന്റെ ഒരു ലോഗോ നെയിമാണ്, നമ്മളുടെ ബ്രാൻഡ് നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്.
അതേപോലെ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് 5 kW 230 വോൾട്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇവിടെ ഒരു സിസ്റ്റം ഓൺ സ്വിച്ച് ആണ്, അതായത് ഈ ഇൻവെർട്ടർ ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഇവിടെ ഒരു 16 ആംസിന്റെ സോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള HT കണക്ടറാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ 2 ഇൻപുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ സോളാർ ഇൻപുട്ട്, ഗ്രിഡ് ഇൻപുട്ട്. ഇതിന്റെ സോളാറിന്റെ PV നെഗറ്റീവ്, PV പോസിറ്റീവ്, അതേപോലെ ഗ്രിഡ്, ന്യൂട്രൽ, ലൈൻ. പിന്നെ ഇവിടെ ഒരു സിസ്റ്റം കൂളാക്കാനുള്ള ഒരു കൂളിംഗ് ഫാനും ഉണ്ട്. ഈ ഇൻവെർട്ടറിന്റെ സെറ്റപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സെറ്റപ്പ് സ്വിച്ചിന്റെ കണക്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഒരു കാലിബ്രേഷൻ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സെറ്റപ്പിൽ കയറാം. പിന്നെ ഇവിടെ ഒരു എർത്ത് കണക്ഷന്റെ ബോൾട്ട് ഉണ്ട്. ഇവിടെയും ഉണ്ട് എർത്ത് കണക്ഷൻ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് എർത്ത് ഇതിൽ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സോളാർ ഇൻപുട്ടും അതേപോലെ ഗ്രിഡ് ഇൻപുട്ടും പോസിറ്റീവ് നെഗറ്റീവോ ന്യൂട്രോ ഫേസോ ഒന്നും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മദർ ബോർഡാണ്. അതാണ് ഇത്തിരി വലുതായിട്ടുള്ള ഒരു മദർ ബോർഡും വലിയൊരു ഹീറ്റ് സിങ്കും ആണ്. അപ്പോൾ ആ വലിയൊരു ഹീറ്റ് സിങ്ക് ആകെ 4 IGBT ഉള്ളെങ്കിലും ഏറ്റവും വലിയ, ഏറ്റവും ഹൈറ്റ് കൂടിയ ഹീറ്റ് സിങ്ക് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ IGBT നമ്മൾ എന്തോരം ലോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നോർമൽ ഹീറ്റിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ ബോർഡ് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഈ IGBT എപ്പോഴും കൂളാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു എക്സ്ട്രാ കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണോ ഇതിന്റെ പവർ സപ്ലൈ ഓൺ ആവുന്നത് അപ്പോൾ തന്നെ ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കും. IGBT ഇത്രയും ഭാഗത്താണ് വരുന്നത്. ഈ IGBT ഉള്ളൂ ഡയറക്റ്റ് ഇതിന്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ IGBT ഫുൾ ടൈം കൂൾ ടൈമിലായിരിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് ഈ ബോർഡിന്റെ ഒരു പ്രധാന ഘടകമായ ടൊറോയിഡ് കോയിലാണ്. ഇത്തിരി വലിയൊരു കോയിലാണ്. അപ്പോൾ ഈ കോയിൽ നമ്മൾ ഇവിടെ ഒരു ഹൈലം ഷീറ്റ് ഇട്ടിട്ട് അതിൽ സെന്ററിലോട്ട് ഒരു ബോൾട്ട് വെച്ചിട്ട് ആ ഹൈലം ഷീറ്റിലാണ് ഈ ടൊറോയിഡ് കോയിൽ നമ്മൾ ടാഗ് ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത്. ഈ ഹൈലം ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മെറ്റലായിട്ട് ഇൻഡക്ഷൻ വരാതിരിക്കാനാണ്. പിന്നെ ഇവിടെ ഒരു ഔട്ട്പുട്ടിൽ വരുന്ന ഒരു 10 MFD കപ്പാസിറ്റർ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു SMBS ഇവിടെ ക്യാബിനിലാക്കിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് ബോർഡിൽ വേണമെങ്കിൽ വെക്കാം. ഇതിന്റെ 2 ഇൻപുട്ടും റെക്ടിഫയറിൽ കയറിയിട്ടാണ് ഇതിന്റെ ഔട്ട് നമ്മുടെ ബോർഡിലോട്ട് പോകുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇതിന്റെ LCDയും അതേപോലെ LEDയും, ഈ ഭാഗത്ത് ഇതിന്റെ സ്വിച്ച് കണക്ഷനും ഉണ്ട്. ബാക്കി നമ്മൾ ഇതിന്റെ പുറകുവശം പരിചയപ്പെടുത്തിയപ്പോഴും ഫ്രണ്ട് സൈഡ് പരിചയപ്പെടുത്തിയപ്പോഴും കാണിച്ചതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉൾവശം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെർട്ടർ നല്ല ഒതുങ്ങി ആവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ക്യാബിനറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ക്യാബിനറ്റ് ഉണ്ടെങ്കിലും ഇതിന്റെ ഷേപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ ക്യാബിനറ്റിലായാലും ഇത് വെക്കാം. അതായത് 1 kV 2 kV വരുന്ന ക്യാബിനറ്റുകളുണ്ട്, ബെഡ് ടൈപ്പ്. അപ്പോൾ 2 kV ക്യാബിനറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഇതിൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇൻവെർട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ പരിചയപ്പെടുത്തിയിട്ട് മാസങ്ങളോളം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ആളുകൾ ഈ ഒരു ഇൻവെർട്ടർ വെച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വരുന്ന ഫീഡ്ബാക്ക് നമുക്ക് ഫോണായിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ കൊടുത്ത 2 സെക്ഷനിൽ നിന്ന് വരുന്ന കമന്റ്, ഒരു സ്ഥലത്തെ 3 110 ഇൻവെർട്ടർ AC ആണ് വർക്ക് ചെയ്യുന്നത്. അതൊരു വീടാണ്. അപ്പോൾ ഇൻവെർട്ടർ AC 3 വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ലോഡുകളെല്ലാം ഇതിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ AC എത്ര സമയം വർക്ക് ചെയ്യണമെന്നല്ല, 3 സമയം അറ്റ് എ ടൈമിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞിട്ട്. വേറൊരു സ്ഥലത്ത് ഒരു 110 ഒരു 1.10 AC ആണ് വർക്ക് ചെയ്യുന്നത് പറയുന്നത്. കാരണം ഇത് കൂടുതൽ മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന പമ്പുകളാണ്. പമ്പുകൾ പിന്നെ നമ്മൾ വെച്ച് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ 3 HP സിംഗിൾ ഫേസിലാണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.